ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തുമര വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവരും രാവിലെ ചപ്പാത്തിയോടൊക്കെ മുട്ടക്കറി, ചിക്കൻ കറി അല്ലെങ്കിൽ കിഴങ്ങ് കറി അങ്ങനെയൊക്കെ തയ്യാറാക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തുമര തോരൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് തുമര നന്നായിട്ട് കഴുകിയെടുത്തിട്ട് 1 മണിക്കൂറൊന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഈ തുമരയൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ തുമരയോടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തുമരയൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു വലിയൊരു സവാള നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മളുടെ തുമരയും ഈ സവാളയും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു തേങ്ങ മിക്സ് ചേർക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ ഒരു പിടി തേങ്ങ ചിരവിയത്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ചതച്ചെടുത്ത മിക്സ് നമ്മളുടെ ഈ തുമര വെന്തതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അടച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ തേങ്ങ മിക്സും തുമര മിക്സും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ഒഴിക്കണം. അതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും അതുപോലെ 3-4 വെളുത്തുള്ളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കണം. പച്ചമണം മാറുമ്പോഴേക്ക് നമുക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെന്ത് വെച്ച നമ്മുടെ തുമര മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തുമരത്തോരനാണ്. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.